എല്ലാവർക്കും മലയാളം മീഡിയയുടെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കരിമീൻ പൊള്ളിച്ചത്. ആലപ്പുഴയിൽ നിന്നാണ് നമുക്ക് ആ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷ് നമുക്ക് എല്ലാവർക്കും കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണത്. ഇനി നമുക്ക് എങ്ങനെയാണ് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: കരിമീൻ 2 ഞാൻ എടുത്തിട്ടുണ്ട്, അത് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി 2 വലിയ തക്കാളികളാണ്. പിന്നെ ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് 1/2 കപ്പ് വേണം. പിന്നെ തേങ്ങാപ്പാൽ 3/4 കപ്പ്, അത് നല്ലോണം കുറുകിയ ടൈപ്പാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കായം പൊടിച്ചത് കുറച്ച്, പിന്നെ മീറ്റ് മസാല, കുരുമുളക് പൊടി, നാരങ്ങാനീര്, വേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം പൊടിച്ചത്, പിന്നെ കാശ്മീരി ചില്ലി, പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി നമുക്ക് ഇത് ഈ മസാല തേച്ച് മീൻ മാരിനേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ മസാല എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഇതിലേക്ക് കാശ്മീരി പൗഡർ 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി, കായം പൊടിച്ചത് 1 ടീസ്പൂൺ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ നാരങ്ങാനീര് അര നാരങ്ങയുടെ നീര്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സാക്കി ഇപ്പോൾ ഇത് മീനിന്മേൽ തേക്കാനുള്ള മസാല ശരിയായിട്ടുണ്ട്. ഇത് വരഞ്ഞ് നല്ലോണം വരയ്ക്കണം, അപ്പോഴാണ് മസാല നല്ലോണം പിടിക്കുക. നമുക്ക് മീനിന്മേൽ മസാല തേച്ച് പിടിപ്പിക്കാം. എന്നിട്ടിത് അരമണിക്കൂർ വെക്കണം. അപ്പോഴാണ് മസാല പിടിക്കാൻ നമുക്ക് വെക്കാം. ഇപ്പോൾ നമ്മൾ 2 മീൻ മസാല തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ വേഗം മസാല ഇതുമ്മേ പിടിക്കും. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ആദ്യം നമുക്ക് സ്റ്റവ് കത്തിച്ച് പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് മീൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മീൻ അതിലേക്ക് ഇടാം. മീനധികം വെന്ത് മൊരിഞ്ഞ് പോകരുത്, നമ്മൾ സാധാരണ വറക്കണ പോലെ. ഇതൊരു ജസ്റ്റ് ഒന്ന് വേവണം, അത്രേ ഉള്ളൂ. ഇനിയും ഇത് വേവിക്കാനുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് മൊരിഞ്ഞ് പോകാതെ നോക്കണം. ഇപ്പോൾ നമുക്ക് മീൻ വറുത്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് മീൻ മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് വേപ്പിലേക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ചെറുള്ളി അരിഞ്ഞത് കൊടുക്കാം. ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതിൻ്റെ ബാക്കി പകുതി ഞാൻ നേരത്തെ മീൻ വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ടായി. അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് പോകുമ്പോൾ നമുക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മീറ്റ് മസാല 1 ടീസ്പൂൺ, പെരുംജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ. അതും കൂടി നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്കിനി തക്കാളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി ഇതൊന്ന് വേവാനായിട്ട് മൂടി വയ്ക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി വെന്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഉടച്ചു കൊടുക്കാം തക്കാളി. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം നേരം തിളപ്പിക്കേണ്ട. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം തിളപ്പിച്ച് ഇത് കളയരുത്. ഇത് എന്നിപ്പോൾ നമുക്ക് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം.
ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്യാം മീൻ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കഷ്ണം വാഴയില വെട്ടിയെടുത്ത് അതിന് നല്ലോണം കഴുകി നമുക്ക് അതിനെ വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തിട്ട് നല്ലോണം വൃത്തിയായി തുടച്ച് ക്ലിയറാക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് മീൻ വെച്ച് പൊതിയാനുള്ളതാണ്. അതിൻ്റെ തണ്ടിൻ്റെ ഇങ്ങനത്തെ കഷ്ണം ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് മുറിച്ചെടുത്ത് കെട്ടാനായിട്ടും ഉപയോഗിക്കാം. ഇനി നമുക്ക് മീൻ പൊള്ളിക്കാനായിട്ട് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇതുപോലെ ഒരു ലെയർ അത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മീൻ വയ്ക്കാം. ഒരു അതിൻ്റെ മീനിൻ്റെ മുകളിൽ കുറച്ചും കൂടി മസാല പൊതിഞ്ഞെടുക്കാം. നമ്മൾ പാഴ്സലൊക്കെ പൊതിയണ പോലെ തന്നെ അതൊന്ന് പൊതിഞ്ഞ് നേരത്തെ നമ്മൾ കാണിച്ച വാഴയുടെ നാര് വെച്ച് അത് കെട്ടി എടുക്കാം. ഇപ്പോൾ നമ്മൾ 2 മീനും ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ വെച്ച് പൊള്ളിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് പൊള്ളിച്ചെടുക്കാം. അതിനായി നമുക്ക് ദോശച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ പൊതികൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് പതുക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഈ വെളിച്ചെണ്ണ കുറേശ്ശെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും വെന്ത് ശരിയായിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റവ് ഓഫാക്കി പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ശരിയായിട്ടുണ്ട്. എല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പതിവ് പോലെ ഈ വീഡിയോയും എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.